എമ്പുരാൻ ഇപ്പോൾ പെരുന്നാൾ കഴിയുമ്പോൾ പുറത്തു വരുമെന്ന് കേട്ടിട്ടുണ്ട്. എമ്പുരാൻ്റെ കാര്യം പറയാനല്ല, നമ്മുടെ ഷെഫീന ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസും പുറത്തു വിടുന്നുണ്ട്. അതിൻ്റെ കണ്ടൻറ് ഇന്നതാണ് എന്നൊക്കെ നമ്മുടെ കേൾക്കുന്ന ചില സഹപ്രവർത്തകർ നമ്മളെ അറിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഷെഫീനയുടെ പല വീഡിയോസും ഈ നോമ്പ് മാസക്കാലമായി കേൾക്കുന്നതിനല്പം പ്രയാസമുണ്ട്. ചിലപ്പോൾ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഒക്കെ വന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. ഏതായാലും സുനാതന അവിഹിതം എന്ന പേരിൽ ഒരു സംഗതി ഇപ്പോൾ അവർ അപ്ലോഡ് ചെയ്തത്രേ. അതിൽ നമ്മുടെ പാലക്കാട്ടെ വെടിവെപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ആ വെടിവെപ്പിനെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല, എങ്ങും ഒരു ബഹളവുമില്ല, ഒരിടത്തും ഒരു ചർച്ചയുമില്ല. ഏതായാലും ഷെഫീനയുടെ വീഡിയോ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇട്ടേക്കാം. അത് കാണുമ്പം സമയമൊക്കെ ഒഴിവാക്കിയിരുന്ന് നല്ല സമയം നഷ്ടപ്പെടുത്താതെ റമദാൻ മാസത്തിലൊക്കെ ഒഴിവുള്ള സമയത്ത്, നോമ്പില്ലാത്ത സമയത്ത് കാണണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അതിൽ ചില വാസ്തവങ്ങളുണ്ട്. ആ വാസ്തവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളിൻ്റെ കാമുകിയെ വേറൊരാളിൻ്റെ ഭാര്യയായ ഭർത്താവ് മാന്യമായി നോക്കുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. ആ വെടിവെക്കുന്നതിനുള്ള തോക്കും കൊണ്ടുപോയി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഒരു വെടി, ഒറ്റ വെടി, 2 വെടി, 3 വെടി എന്ന് പറഞ്ഞാണ് വെടിവെച്ചിരിക്കുന്നത്. പാവം മണിയാശാൻ പണ്ടെങ്ങാണ്ട് 1, 2, 3 പറഞ്ഞതിന് മണിയാശാനെ എല്ലാവരും കൂടി എന്തോരോ അന്തിച്ചർച്ച നടത്തി. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അന്തിച്ചർച്ചയില്ല, ഒരു വിഷയങ്ങളുമില്ല. അവലും മലരും കത്തിച്ചപ്പോഴും ഭയങ്കരമായ ബഹളമായിരുന്നു. ഇപ്പോൾ 2 പേർ തമ്മിൽ കൊന്നതിന് ഇടയ്ക്കൊരാൾ ബ്രോക്കറായ പേര് മുസ്ലിം ആയതുകൊണ്ട് മോങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ പണിക്കർ രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ പണിക്കർക്കും മോങ്ങണ്ട, ആർക്കും മോങ്ങണ്ട, ഒരു വിലയിരുത്തലുകാർക്കും മോങ്ങണ്ട. ഇതിൻ്റെ ഒരു ബാക്കി കഥകൾ പറയുന്നതുമില്ല. എന്തിനാണ് ആ പാവപ്പെട്ടവനെ വെടിവെച്ച് കൊന്നത്, എന്താണതിൻ്റെ കാരണം, എവന് തോക്ക് എവിടുന്ന് കിട്ടി, എവൻ്റെ കയ്യിൽ ഇനിയും തോക്കുണ്ടോ, ഇതുകൊണ്ട് അവൻ എല്ലാവരെയും വെടിവെക്കുമോ, എത്ര പേരെ ഈ തോക്ക് കൊണ്ട് അവൻ വെടിവെച്ചിട്ടുണ്ട്, ഈ കണക്കൊക്കെ അറിയണ്ടേ? ആ കണക്കുകളൊന്നും ഒരു വിഷയമില്ല. എന്താ കാര്യം? കാരണം വളരെ സിമ്പിളാണ്, ലളിതസുന്ദരമാണ്. എര പോരാ. എര ചില സവിശേഷമായ പ്രത്യേകതകളോടെ ആണെങ്കിലേ ഈ വേട്ടക്കാരനൊരു മൂർച്ച വരും, ഒരു സ്ഖലനം ഉണ്ടാവും. ആ സ്ഖലനത്തിലാണ് പിന്നെ അതിൻ്റെ വിശദീകരണവും വിമർശനവും അതിൻ്റെ ചിരിയും കളിയും തമാശയൊക്കെ വരുള്ളൂ. ഈ വെടി അങ്ങനൊരു വെടിയല്ല, ഇതൊരു പ്രത്യേകതരം വെടിയാണ്. ഈ ഒരൊറ്റ വെടിക്ക് ഈ പറയുന്ന ആ വെടി കൊണ്ട പാവപ്പെട്ടവനുണ്ടല്ലോ, ആ ഭർത്താവായ മനുഷ്യൻ മാത്രമല്ല ചത്തത്. ഇതിനെക്കുറിച്ച് പറയാനിരിക്കുന്നവന്മാരെല്ലാം ഒരൊറ്റ വെടിക്ക് ചത്തു. അവരെല്ലാം മരിച്ചു ഒറ്റ വെടിക്കകത്ത്. അതാണ് ഈ വെടിയുടെ ഒരു പ്രത്യേകത. ഏതായാലും അത്തരം വെടി ഇടയ്ക്കൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വെടിക്ക് അകത്ത് കയറിയാണ് ഷെഫീന പൊട്ടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം ഷെഫീന എടുത്തോട്ടെ, ഞാൻ എടുക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇതൊരു 1.5 വെടിയായിപ്പോയി എന്നുള്ളതാണ് ഒരു സത്യം.